السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സൂറത്തു അബസയിലെ 17, 18, 19 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. നശിട്ടെ, എന്തൊരു നിഷേധിയാണ് അവൻ, അല്ലെങ്കിൽ എന്താണ് അവനെ നിഷേധിയാക്കിയിട്ടുള്ളത്? മറ്റൊരു നിലക്ക് പറഞ്ഞാൽ എന്തൊരു നന്ദി കെട്ടവനാണ് അവൻ, എന്താണ് അവനെ നന്ദി കെട്ടവനാക്കിയിട്ടുള്ളത് എന്നും എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ബീജത്തിൽ നിന്നും അവനെ സൃഷ്ടിക്കുകയും അവനെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു എന്നതും ആണ് പ്രസ്തുത 3 ആയത്തുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നടത്തിയിട്ടുള്ള സംസാരത്തിൽ വന്നിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആയുസ്സിനോട് 1 വർഷം കൂടെ കൂട്ടി പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയുമാണ്. എനിക്ക് 34 വയസ്സാണെങ്കിൽ 1 വർഷം കൂടെ കൂട്ടി ചിന്തിച്ചാൽ 35 മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്നതൊന്ന് ആലോചിച്ചാൽ ഞാൻ വട്ടപൂജ്യമായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് പടച്ചവൻ നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും പുനരുത്ഥാനത്തിലുള്ള സാധ്യതയും മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു അവ്യക്തത ഉണ്ടായി എന്ന് ചില ആളുകൾ സൂചിപ്പിച്ചത് കൊണ്ടാണ് ഒന്നുകൂടെ ആവർത്തിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 20, 21, 22 ആയത്തുകളാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره ثم ഈ പദം ഈ 3 ആയത്തുകളിലും വന്നിട്ടുണ്ട്. ഈ 3 ഹർഫുകളും അത്ഫിനുള്ളതാണെന്ന് പറയാം, ചേർക്കാനുള്ളത്, ഒന്നിലേക്ക് മറ്റൊന്നിനെ ചേർക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയാം. ജാഅ മുഹമ്മദൻ വ അഹ്മദൻ, മുഹമ്മദും വന്നു അഹ്മദും വന്നു. ജാഅ മുഹമ്മദൻ ഫ അഹ്മദൻ, മുഹമ്മദും വന്നു എന്നിട്ട് അഹ്മദും വന്നു. അവിടെ ഫ പറയുമ്പോൾ എന്നിട്ടെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരാൾ കഴിഞ്ഞിട്ട് ഉടനെ. ജാഅ അഹ്മദൻ ഉമ്മ മുഹമ്മദൻ, അഹമ്മദും വന്നു പിന്നെ മുഹമ്മദും വന്നു. ശേഷം ഒരാൾ വന്നതിന് ശേഷം, അത് കഴിഞ്ഞിട്ടും ആവാം എന്ന് പറഞ്ഞാൽ രണ്ടും അങ്ങനെ. ഇത് 3ഉം വായും ഫായും സുമ്മയും അങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. പിന്നെ എന്ന് പറയില്ല, അതിനാണ് നമ്മൾ സുമ്മ എന്ന് ഉപയോഗിക്കുക. സുമ്മ പിന്നെ, അല്ലെങ്കിൽ പിന്നീട്. തൊട്ടു മുമ്പ് സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സൃഷ്ടിപ്പും തഖ്ദീറും, ഖൽഖ് തഖ്ദീറും, അത് രണ്ടും നിർവഹിച്ചതിന് ശേഷം പിന്നെ സുമ്മ. അസ്സബീല വഴിയെ, സബീൽ വഴി. യസ്സറ, യസ്സറ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കി എന്നാണ്. എളുപ്പമാക്കി, യസ്സറ എളുപ്പമാക്കി. അതിനെ സുമ്മ പിന്നീട് അസ്സബീല വഴിയെ, യസ്സറഹു അതിനെ എളുപ്പമാക്കി. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് 3 ആയത്തുകളും വായിച്ചതിന് ശേഷം പറയാം. ഇപ്പൊ തൽക്കാലം അർത്ഥം മാത്രം മനസ്സിലാക്കുക. പിന്നീട് അത്ഫിന്റെ ഹർഫാണ്, ചേർക്കാനുള്ള ഹർഫാണ് എന്ന് നമ്മൾ പറഞ്ഞു. മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യവുമായിട്ട് ചേർത്ത് പറയാം. മുമ്പ് പറഞ്ഞിട്ടുള്ളത് സൃഷ്ടിപ്പും തഖ്ദീറുമാണ്, ഖൽഖും തഖ്ദീറുമാണ്. അതിനോട് ചേർത്ത് പറയാണ് പിന്നെ അസ്സബീല വഴിയെ, യസ്സറഹു അതിനെ അവൻ എളുപ്പമാക്കി. സാധാരണ നമ്മൾ പറയാറുള്ളത്
വഴിയെ എളുപ്പമാക്കി എന്ന് മാത്രമാണ്. ഇവിടെ വഴിയെ അതിനെ എളുപ്പിക്കുന്നത്. അറബിയിൽ സാറിന് ഉപയോഗിക്കാറുള്ളത് ആദ്യം ക്രിയയാ പറയാ. എളുപ്പമാക്കി എന്നത് യസ്സറ, എളുപ്പമാക്കി. അസ്സബീല, വഴിയെ എന്നാണ് സാധാരണ അറബിയിൽ പ്രയോഗിക്കാറുള്ളത്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ ഒരു പ്രയോഗമാണ്. അത് അള്ളാഹു ചില ഉദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ പ്രയോഗത്തിന്റെ ശൈലി അതുകൊണ്ട് യസ്സറ സബീല, വഴിയെ എളുപ്പമാക്കി എന്നത് ആദ്യം യസ്സറ ക്രിയ പറയുകയും പിന്നെ മഫ്ഊൽ പറയുകയും കർമ്മം പറയുകയും ചെയ്യാതെ ആദ്യം മഫ്ഊൽ സബീൽ എന്ന വഴിയെ യസ്സറഹു അതിനെ എളുപ്പമാക്കി എന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പറയുമെന്ന് ചോദിച്ചാൽ അതിനും ചില കാരണങ്ങൾ ഉണ്ടാകും. അള്ളാഹു അങ്ങനെ ഉപയോഗിക്കുന്ന വാചക ഘടനകൾ മാറ്റുന്നതിലും ചില ഹിക്മത്തുകൾ, ചില രഹസ്യങ്ങൾ, ചില യുക്തികൾ ഒളിഞ്ഞിരിക്കും എന്നാണ്. അത് കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ഖുർആനിന്റെ അമാനുഷികത കൃത്യമായി നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. ഇരിക്കട്ടെ, 21-ാമത്തെ ആയത്ത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്തുഫിനെ കുറിച്ചാണ്. വഴി എളുപ്പമാക്കി അതിനോട് ചേർക്കാണ് പിന്നെ, പിന്നെ അല്ലെങ്കിൽ പിന്നീട്. അമാത്ത, ഈ പദം നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന ഒരു ദിക്റിലുണ്ട്. അമാത്ത എന്ന് സ്ഥിരമായിട്ട് ചൊല്ലുന്ന ഒരു ദിക്ർ. പെട്ടെന്ന് പറ്റോ ഏതിനാണെന്ന്? സ്ഥിരമായിട്ട് ചൊല്ലുന്ന വേഗം ഓർമ്മയിലേക്ക് വരും. അമാത അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ. എന്താ അർത്ഥം? ഞങ്ങളെ ജീവിപ്പിച്ച അല്ലാഹുവിന് സ്തുതി. ബഅദമാ അമാതനാ, ഞങ്ങളെ മരിച്ചതിന് ശേഷം. ഇലൈഹിൻ നുശൂർ, അവനിലേക്കാകുന്നു നുശൂർ, ഉയർത്തെഴുന്നേൽപ്പ്. നുശൂർ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ മടക്കം എന്നൊക്കെയാണ് അർത്ഥം. ആ പദവും ഇവിടെ വരുന്ന തൊട്ടടുത്ത ആയത്തിൽ. രാവിലെ എഴുന്നേൽ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന, ഞങ്ങൾക്ക് ഹയാത്ത് നൽകിയ, ജീവൻ നൽകിയ അള്ളാഹുവിന് സ്തുതി. ശേഷം അമാത, മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ അമാത മരിപ്പിച്ചു. അമാത അതിലെ ആ ആട്ട് എന്തായിരിക്കും അർത്ഥം പറയാം? മാത്ത എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാ, മയ്യത്തായി. മുന്നിൽ ആ വെച്ചാലോ മരിപ്പിച്ചു എന്നാവും. ഇത് മിക്കവാറും പോലെയൊക്കെ നമ്മൾക്ക് അങ്ങനെ ആക്കാൻ കഴിയും. അമാത്ത മരിപ്പിച്ചു, മാത്ത മരിച്ചു. പിന്നീട് അമാതഹു അവനെ മരിച്ചു. ഇവിടെ സുമ്മയല്ല, ഫയാണ്. എന്നിട്ട്, പിന്നെ എന്ന് പറയാതെ എന്നിട്ട് എന്ന് പറഞ്ഞാൽ അത് തൊട്ട് ഉടനെ നടക്കുന്ന സംഭവമ്പോഴാണ് ഉപയോഗിക്കുക. സുമ്മയും വായും ഉപയോഗിക്കാതെ ഫ, എന്നിട്ട് മരിപ്പിച്ചു അതിനോട് ചേർക്കണം ഫ ഉപയോഗിച്ചു. എന്നിട്ട് അഖബറഹു, അഖബറ എന്ന് പറഞ്ഞാൽ ജഅലഹു ഫിൽ ഖബരി എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ഖബറിലാക്കി എന്ന്, ഖബറിലാക്കി. അഖബറഹു അവനെ ഖബറിലാക്കുകയും ചെയ്തു. സുമ്മ പിന്നെ അമാതഹു അവനെ മരിപ്പിച്ചു. ഫഅഖബറഹു എന്നിട്ട് അഖബറഹു അവനെ ഖബറിലാക്കുകയും ചെയ്തു. അടുത്തത് സുമ്മ, വീണ്ടും അതേ ഹർഫ് ആവർത്തിക്കാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നീട്. ഇദാ ശാഅ ഉദ്ദേശിച്ചു. ആ പദം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ അധികം വിശദീകരിക്കും. കാരണം സാധാരണ മാറിപ്പോകുന്ന കുറെ പദങ്ങളുണ്ട്. ഏതാണ്ട് പര്യായ പദമായിട്ട് നമ്മൾക്ക് തോന്നുന്ന ഇറാദത്ത്, മഷീഅത്ത് ഒക്കെ അങ്ങനെ അതിൽപ്പെട്ടതാണ്. എല്ലാത്തിനും നമ്മൾ ഓപ്ഷൻ പറയാം, പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇപ്പോൾ പറയാം. ശാഅ എന്ന് പറഞ്ഞാൽ ശാഅ ഉദ്ദേശിച്ചു, അവൻ ഉദ്ദേശിച്ചു. ഇദാ എന്നൊരു ഹർഫ് കൂടെ ഉണ്ട് അതിൻ്റെ മുന്നിൽ.
അങ്ങനെ സംഭവിച്ചാൽ എന്നർത്ഥം. സംഭവിച്ചാൽ ഇദാ ശാഅ ഉദ്ദേശിച്ചാൽ, ഇദാ ജാഅ വന്നാൽ, ഇദാ ശാഅ ഉദ്ദേശിച്ചാൽ, പിന്നീട് അവൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? അൻശറ. നശറ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അപ്പൊ അൻശറ എന്ന് പറഞ്ഞാലോ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാത്ത മരിച്ചു, അമാത്ത മരിപ്പിച്ചു. നശറ ഉയർത്തെഴുന്നേറ്റു, അൻശറ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് ഹു എന്ന ദമീർ, അവനെ എന്ന അർത്ഥം. അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. പ്രാസം ഒക്കെ അങ്ങനെ ഒത്തുവരുന്നുണ്ട്. അഖ്ബറഹു, യസ്സറഹു, അൻശറഹു, ഖലഖഹു, ഖദ്റഹു, അക്സറഹു. 17ാമത്തെ ആയത്ത് മുതൽ അവസാനിക്കുന്നത് ഈ ഹാ കൊണ്ടാണ്. ഇതെവിടെ അവസാനിക്കുന്നില്ല. അടുത്ത 2 ആയത്തുകളിൽ കൂടെ അതിന്റെ ഒരു പ്രാസം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഹാ കൊണ്ട് അവസാനിക്കുന്നത്. ശരി, ആയത്തുകളിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സബീല യസ്സറഹു, പിന്നീട് അവന് നാം വഴി എളുപ്പമാക്കി കൊടുത്തു. പിന്നീട് എന്ന് പറയുന്നത് ഏതിലേക്ക് ചേർത്തിട്ടാണ്? ചേർത്തിട്ടാണ്. സൃഷ്ടിപ്പിലേക്കും വ്യവസ്ഥപ്പെടുത്തലിലേക്കും ചേർന്നിട്ടാണ്. ഖൽഖും തഖ്ദീറും, സൃഷ്ടിപ്പും വ്യവസ്ഥപ്പെടുത്തലും കഴിഞ്ഞു. പിന്നീട് അവന് എളുപ്പമാക്കി കൊടുത്തു. എന്തിനു എളുപ്പമാക്കി കൊടുത്തു? അസ്സബീല, വഴിയെ. യസ്സറഹു, അവന് എളുപ്പമാക്കി കൊടുത്തു. പിന്നെ പടച്ചോൻ എന്താ ചെയ്തത്? വഴി എളുപ്പമാക്കി കൊടുത്തു. പിന്നെ എന്താ ചെയ്തെന്ന് പറയുന്നത്? സുമ്മ അമാതഹു, പിന്നെ അവനെ മരിപ്പിച്ചു. എന്നിട്ടോ അഖ്ബറഹു, എന്നിട്ട് അവനെ ഖബറിലാക്കുകയും ചെയ്തു. പിന്നെ സുമ്മ അമാതഹു, പിന്നെ അവനെ സുമ്മ ഇദാ ശാഅ, അവൻ ഉദ്ദേശിച്ചാൽ, അൻശറഹു, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരു ചക്രമാണ്, ഒരു ജീവിത ചക്രം എന്ന് പറഞ്ഞാൽ അവിടെ പൂർത്തിയായി. ആ ദൗറ ശരിക്കും അവിടെ പൂർത്തിയാണ്. ഗർഭപാത്രത്തിൽ ഉള്ള സൃഷ്ടിപ്പ്, വ്യവസ്ഥപ്പെടുത്തൽ, എന്നിട്ട് മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഇവിടെ കുറച്ചു കാലം ജീവിപ്പിച്ചു. ജീവിച്ചതിനു ശേഷം ഇവിടെ മരിപ്പിച്ച് കുറച്ചു കാലം ഖബറിലാക്കി. ബർസഖിയായ അവസ്ഥ, ഒരു മറഞ്ഞ അവസ്ഥയിൽ അവൻ കഴിയും. പിന്നെന്ത് ചെയ്യും? പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഖലാസ്, അവിടെ ആ ദൂറ പൂർത്തിയായി. പിന്നൊന്നുമില്ല. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുക തന്നെ, പിന്നെ മരണമില്ല. അത് എവിടെയാണോ എന്താണോ അനുഭവിക്കേണ്ടത് അത് അനുഭവിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ചക്രം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ചക്രം എന്ന് പറയുന്നത് ഇതോടുകൂടെ അതിൻ്റെതു പൂർത്തിയായി. ഇവിടെ 1ാമത്തെ ആയത്തിൽ അഥവാ 20ാമത്തെ ആയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. സബീല യസ്സറഹു, വഴിയെ എളുപ്പമാക്കി കൊടുത്തു എന്നാണ്, അവന് എളുപ്പമാക്കി കൊടുത്തു എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. ഏത് വഴിയെ? 2 തരത്തിലുള്ള വിശദീകരണങ്ങളാണ് മുഫസ്സിറുകൾ അതിന് നൽകിയിട്ടുള്ളത്. ഒന്ന്, മനുഷ്യന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള സൃഷ്ടിപ്പിനെ കുറിച്ചും വ്യവസ്ഥപ്പെടുത്തലിനെ കുറിച്ചും ആണ് തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് പറയുന്നത്, പിന്നീട് അവന് വഴിയെ എളുപ്പമാക്കി കൊടുത്തു എന്നത്. ആ വഴി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുത്തു എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നതാണ് മിക്കവാറും മുഫസ്സിറുകൾ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു എന്നത്. യഥാർത്ഥത്തിൽ ആ വഴി എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയാണ്. ഗർഭപാത്രത്തിന്റെ ഉലുഖ്, അതിന്റെ കഴുത്ത് എന്ന് പറയുന്നത് ഒരു സൂചി കടക്കാൻ മാത്രം ഉള്ള ഒരു ഇടമേ, വിശാലതയെ യഥാർത്ഥത്തിൽ അതിനുള്ളൂ. എന്നാൽ അള്ളാഹു അതിനെ എന്തു ചെയ്യുകയാണ്? വികസിപ്പിക്കുകയാണ്. അതിനെ അല്പമായി വികസിപ്പിച്ച്
ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന് പുറത്ത് കടക്കാൻ അവസ്ഥ സൃഷ്ടിക്കുകയാണ് പടച്ചവൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയാറുള്ളൊരു വാക്കാണ് ഗർഭപാത്രം വികസിച്ചിട്ടില്ല പോലും എന്ന് പറയുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വികസിച്ചിട്ടുണ്ട് എന്ന് ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ സംസാരങ്ങളിൽ പലപ്പോഴും ഡെലിവറിയുമായി ബന്ധപ്പെട്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് വരുന്ന സംസാരമാണ്. അള്ളാഹു അതിനെ യഥാർത്ഥത്തിൽ അതിനുള്ള കാരണങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിനെ വികസിച്ചെടുക്കുക ചെയ്യുന്നത്. മാത്രമല്ല, ഇത് കുട്ടി എങ്ങനെയാണോ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ ഇരുന്നാൽ പുറത്തേക്ക് വരൂല. അത് തിരിയണല്ലോ, തല തിരിയണം, തല താഴേക്കായിട്ട് വരണം. തിരിയണില്ല, സർജറി ചെയ്യണം. ഇത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാ ഡെലിവറിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതാരാ തിരിക്കുന്നത്? അള്ളാഹുവാണ് എന്ത് ചെയ്യുന്നത്? അതിനെ പടച്ചവൻ അതിനുള്ളിൽ ആരാണോ ആ കുഞ്ഞിന് അങ്ങനെ രൂപം നൽകിയിട്ടുള്ളത്, അങ്ങനെ സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ളത്, ജീവൻ നൽകിയിട്ടുള്ളത്, അതിൽ നഫ്സ് സംഭരിച്ചിട്ടുള്ളത്, അങ്ങനെ അവനെ ആക്കി ഒരു കുഞ്ഞാക്കി മാറ്റിയിട്ടുള്ളത്, ആ ശക്തി തന്നെ അതിനെന്ത് ചെയ്യുന്നു? തിരിച്ചു കൊണ്ടുവരുന്നു, തല താഴേക്കാക്കി കൊണ്ടുവരുന്നു. അതിന്റെ ഓനത്തിന് ഗർഭപാത്രത്തിന്റെ പുറത്തേക്കുള്ള വഴി വിശാലമാക്കിക്കൊണ്ട് പുറത്തേക്ക് കടക്കാനുള്ള വഴി എളുപ്പമാക്കുന്നു. ഈ എളുപ്പമാക്കലാണ് സുമ്മ സബീല യസ്സറഹു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നതാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം. രണ്ടാമത്തേത് വഹദൈനാഹു സബീല ഇമ്മ ശാക്കിറൻ വ ഇമ്മ കഫൂറ. മനുഷ്യനെ പറഞ്ഞിരുന്ന മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നതാണ് അവർ വഴി കാണിക്കൊടുത്തു. ഏത് വഴി? ഇമ്മ ശാക്കിറൻ ഇമ്മ കഫൂറ. ഒന്നുകിൽ അവന്റെ റബ്ബ് നൽകിയിട്ടുള്ള, അവന്റെ രക്ഷിതാവ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അവന് വിധേയനായി അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായിട്ട് കഫൂറായിട്ട് ജീവിക്കാം. ഈ രണ്ട് വഴികളും പടച്ചവൻ അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയും എളുപ്പാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹക്കിന്റെയും ബാത്തിന്റെയും വഴി, സത്യത്തിന്റെയും അസത്യത്തിന്റെയും വഴികൾ അള്ളാഹുവിന് എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നിൽ കൊടുക്കുകയും എളുപ്പാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തെരഞ്ഞെടുക്കാനുള്ള സ്വന്തം നൽകുകയും ചെയ്തു. ഇതിനെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നതാണ് രണ്ടാമത് വന്നിട്ടുള്ള ഒരു അഭിപ്രായം. യസ്സറഹു. പിന്നെയാണ് പടച്ചവൻ പറയുന്നത് അവനെ മരിപ്പിക്കുന്നതിനെ കുറിച്ച്. ഇത് ഏത് മനുഷ്യനും അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മരണം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എത്ര കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചാലും പടച്ചവൻ എന്ത് ചെയ്യും? അവനും നിശ്ചയിച്ച ഒരു സമയമുണ്ട്. എനിക്ക് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ ഒരു സമയമുണ്ട്. അതിൽ നിന്ന് ഒരൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല, നീങ്ങൂല. ആ സമയത്ത് അമാത്തഹു അവൻ എന്ത് ചെയ്യും? മരിപ്പിക്കും. അതോടുകൂടെ അവൻ ഖബറിലാക്കപ്പെടുകയും ചെയ്യും. അതൊരു പ്രയോഗമാണ്. അഖ്ബറഹു, അള്ളാഹു അവനെ ഖബറിലാക്കി. മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഖബറിൽ കൊണ്ടുവന്ന് ചെന്ന് വെക്കുന്നത്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നുള്ളതാണ്. അറബികളുടെ ഒരു പ്രയോഗവും അങ്ങനെയാണ്, അങ്ങനെ പറയാറുണ്ട്. ഏതായിരുന്നാലും പടച്ചവൻ എന്ത് ചെയ്തു? ഖബറിലാക്കി എന്ന് പറഞ്ഞാൽ ബർസഖിയായ അവസ്ഥയെക്കുറിച്ചാണ്. ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. അത് പറഞ്ഞിട്ടുള്ള ജീവിത ചക്രത്തിന്റെ ഒരു ഘട്ടമാണ്. ഗർഭപാത്രത്തിലെ സൃഷ്ടിപ്പ് ആദ്യം ഇന്ദ്രിയത്തുള്ളി അഥവാ ബീജം അണ്ഡവുമായി ചേർന്ന് ഒരു കൂടിച്ചേർന്ന ഒന്നായി മാറി അതിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് അതൊരു മനുഷ്യനായി റൂഹ നൽകപ്പെട്ടു. എന്നിട്ട് അതിനെ വ്യവസ്ഥപ്പെടുത്തി അതിന്റെ ഓരോ കണക്കും നിശ്ചയിച്ചതിനു ശേഷം പുറത്തേക്കുള്ള വഴി എളുപ്പമാക്കി ഇവിടെ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ പടച്ചവനെ ഒരുക്കി ഒരു സമയത്ത് അള്ളാഹു നിശ്ചയിച്ചൊരു സമയത്ത് അവനെ മരിപ്പിച്ചു. പിന്നീട് അവനെ ബർസഖിയായ അവസ്ഥയിലേക്ക് ഖബറിലാക്കി. പിന്നെ അവൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇവിടെ ഉദ്ദേശിച്ചാൽ എന്നത് പ്രത്യേകം ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു എപ്പോഴാണോ ഉദ്ദേശിക്കുക അപ്പോഴാണ് നടക്കുക ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ ഇദാ ശാഅ അൻശറ, അവൻ ഉദ്ദേശിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ്. ഇത് വേറൊരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണം, എന്റെ വിചാരണ പടച്ചവനെ എപ്പോൾ തീർക്കണം എന്നത് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. എന്റെ അറിവിൽപ്പെട്ടതും
അല്ല അത് അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് തീരുമാനിക്കാനും കഴിയില്ല. അത് റബ്ബ് എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അപ്പം ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോൾ വിചാരണ നടക്കുകയും ചെയ്യും. അവനാണ് അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇദാ ശാഅ അൻശറഹു എന്ന് വന്നിട്ടുള്ളതും. ഒന്നുകൂടെ നമുക്ക് അതിന്റെ അർത്ഥം പറഞ്ഞൊക്കെ. സുമ്മ അസ്സബീല യസ്സറ, പിന്നെ വഴിയെ അവൻ എളുപ്പമാക്കി കൊടുത്തു. സുമ്മ, പിന്നെ അമാതഹു, അവനെ മരിപ്പിച്ചു. എന്നിട്ട് അഖബറഹു, അവനെ ഖബറിലാക്കുകയും ചെയ്തു. സുമ്മ, പിന്നെ ഇദാ ശാഅ, അവൻ ഉദ്ദേശിച്ചാൽ അൻശറഹു, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇതിൽ ഓർമ്മ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒന്ന്, സുമ്മ മീമിന് ശബ്ദമുണ്ട്, അഥവാ രണ്ട് മീമുണ്ട്. മ അത് കൂടുമ്പോഴാണ് നവ, അവിടെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. സുമ്മ എന്നതാണ് നിയമം. സുമ്മ സബീല യസ്സറ, ഉയർത്തി പറയണം. റോ ഹു അഹ പറഞ്ഞ് വഖഫ് ചെയ്താൽ മതി. യസ്സറ. ثم أماته فأقبر, അമാതഹു ഫഅഖ്ബറ എന്ന് പറഞ്ഞ പോലെ അമാതഹു ചെറിയൊരു ദൈർഘ്യം അവിടെ വേണം, ചേർക്കാൻ പറ്റണം അടുത്ത അക്ഷരത്തിലേക്ക്. സിലത്ത് എന്നതിന് പറയാം. അമാതഹു ഫഅഖ്ബറ, ശരിക്കും തെളിഞ്ഞു വരണം, കൽക്കലത്ത് വേണം അവിടെ. അക്ബറ അങ്ങ് തൊടുത്തട്ട് പോയ പോലെ. അക്ബറ എന്ന് പറഞ്ഞ പോലെ അഖ്ബറ, أقبره. ثم إذا شاء, 4 5 ഹർക്കത്തിന്റെ ദൈർഘ്യം നിർബന്ധമായിട്ടും മദ്ദും ഹംസയും ഒരേ പദത്തിലാണ്. ഷീനിന് ശേഷം അലിഫ് മദ്ദിന് വേണ്ടിയിട്ടുള്ള, അതിന് തൊട്ടു ശേഷം അതേ പദത്തിൽ ഹംസ അഥവാ മുത്തസിലാണ് എന്ന് പറഞ്ഞാൽ ഒരേ പദത്തിൽ വരുമ്പോൾ വാജിബായിട്ടും നിർബന്ധമായിട്ടും 4 5 ഹർക്കത്തിന്റെ നൂനിനെ അൻ എന്ന നൂനിനെ തെളിച്ച് പറയേണ്ടതില്ല, ഗോപ്യമാക്കി പറഞ്ഞാൽ മതി. ഒന്ന് ആദ്യം മുതൽ ഇത് നോക്കാം. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى. أما من استغنى فأنت له تصدى وما عليك ألا يزكى. وأما من جاءك يسعى ويخشى فأنت عنه تلهى. كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره. الله നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, നമ്മളുടെ വീഴ്ചകൾ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ, നമ്മളുടെ പോരായ്മകൾ പരിഹരിച്ചു തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.